ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ VTS മാൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് VTS വെഡിംഗ് സെന്ററിൽ നിന്നും. സമ്പൂർണ്ണ പാർപ്പിടം പ്രകാശപൂരിത പാണ്ടിക്കാട് സ്പോർട്സ് സ്റ്റേഡിയം ഉൾപ്പെടെ സമഗ്ര വികസന പദ്ധതികളുമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷ ബജറ്റ് അവതരണം നടന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC റമീസ ബജറ്റ് അവതരണം നടത്തി. ഈ ഭരണസമിതിയുടെ ആദ്യത്തെ ബജറ്റ് അവതരണ യോഗത്തിലേക്ക് എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. സമ്പൂർണ്ണ പാർപ്പിടം പ്രകാശപൂരിത പാണ്ടിക്കാട് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം, മൃഗസംരക്ഷണം, പാലുൽപാദക മേഖല ഊർജ്ജസ്വലമാക്കൽ, SC വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ, സ്കോളർഷിപ്പുകൾ, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, സ്പോർട്സ് സ്റ്റേഡിയം, ആധുനിക MCF കെട്ടിടം, വ്യവസായ എസ്റ്റേറ്റ് ഉൾപ്പെടെ 52,89,718 രൂപ വരവും 46,40,57,500 രൂപ ചിലവും 6,43,72,218 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് TC റമീസ അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയിൽ പച്ചക്കറി, വാഴകൃഷി, കിഴങ്ങ് കൃഷി വികസനത്തിനായുള്ള പദ്ധതികളും കാർഷിക വിളകൾ നശിപ്പിക്കുന്ന പന്നികളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികളും അതുപോലെ തന്നെ കറവ പശു വിതരണം തുടങ്ങിയ പദ്ധതികളും കൂടാതെ വനിതകൾക്ക് സ്വയം തൊഴിൽ ഗ്രൂപ്പ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ബജറ്റിൽ സേവന മേഖലയിൽ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പദ്ധതികളും വയോജനങ്ങളുടെ ക്ഷേമത്തിനായി വയോജന ക്ലബ്ബ് രൂപീകരിക്കുന്നു. കുട്ടികളുടെ സർഗശേഷി വളർത്തുന്നതിനുള്ള പദ്ധതികളും സ്കൂളുകളിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഈ ബജറ്റിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, PSC കോച്ചിങ്, അതുപോലെ തന്നെ പഴയകാല പുരോഗമന കലകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും മാലിന്യ സംസ്കരണം മെച്ചപ്പെടുത്തുന്ന നമ്മുടെ പാണ്ടിക്കാട് സുന്ദരം എന്ന പദ്ധതിയും ഈ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. പശ്ചാത്തല മേഖലയിലെ വികസനത്തിനായി പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം എന്ന പദ്ധതിയും കൂടാതെ തെരുവ് വിളക്കുകളുടെ തുടർ പരിപാലനവും ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യവസായ എസ്റ്റേറ്റ് നവീകരണം, സ്കൂൾ അംഗനവാടി കെട്ടിടങ്ങളുടെ നവീകരണത്തിന് പദ്ധതികളും ഈ ബജറ്റിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ബജറ്റിൽ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബാക്കിയായിട്ട് ഉണ്ടായിരുന്നത് 7,96,91,918 രൂപയാണ്. അതിൽ നികുതി വരുമാനമായി നമുക്ക് കിട്ടിയിട്ടുള്ളത് 2,32,2,500 രൂപയാണ്. നികുതിയേതര വരുമാനമായി 1,42,77,400 രൂപയാണ്. അങ്ങനെ ആകെ തനത് ഫണ്ടായിട്ടുള്ളത് 3,74,79,900 രൂപയാണ്. മറ്റ് ഗ്രാന്റുകളായിട്ട് പ്ലാൻ ഫണ്ടുകളായിട്ട് നമുക്കുള്ളത് 22 കോടി, പ്രതീക്ഷിക്കുന്നത് 22,59,23,900 രൂപയാണ്. പദ്ധതി ഇതര ഗ്രാന്റായിട്ടുള്ളത് 17,57,74,000 രൂപയാണ്. അങ്ങനെ ആകെ 40,46,97,900 രൂപയാണ്. മൂലധന വായ്പ വാങ്ങല് 65,30,000 രൂപയാണ്. വായ്പ ഒഴികെ മൂലധന വരവായിട്ടുള്ളത് 30,000 രൂപയാണ്. ആകെ വരവ് 52,84,29,718 രൂപയാണ്. ചെലവായിട്ടുള്ളത് അനിവാര്യ ചുമതലകളിലുള്ള ചെലവ് നമ്മൾ നിത്യമായ നിരന്തരമായ പഞ്ചായത്തുകളിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവായിട്ടുള്ളത് 5,81,74,500 രൂപയാണ്. പദ്ധതി ചെലവുകളായിട്ടുള്ളത് 26,28,95,000 രൂപയാണ്.
ഇതര ചെലവുകളായിട്ടുള്ളത് 13,75,88,000 രൂപയാണ്. മറ്റു മൂലധന ചെലവുകളായി 54 ലക്ഷം രൂപയാണ്. ആകെ ചെലവ് 46,40,57,500 രൂപയാണ്. നമുക്ക് കിട്ടിയ ആകെ വരവ് 52,84,29,718. അതിൽ നിന്നും ചെലവ് കഴിച്ച് 46,40,55,500 രൂപ കഴിച്ച് ആകെ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ളത് 6,43,72,218 രൂപയാണ്. ഈ കണക്ക് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് PR റോഹിൽനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PT ഷെരീഫ്, KT ഗിരീഷ് ബാബു, സീമ വാവോട്ടിൽ, പഞ്ചായത്ത് സെക്രട്ടറി മുസാഫർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.